ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ നാടൻ കറിയായ ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക ചാറാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു 1 കപ്പ് ചെറുതായിട്ടരിഞ്ഞത്, മാങ്ങ 1/2 കപ്പ്, മുരിങ്ങയ്ക്ക 1 എണ്ണം, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 2 അല്ലി, ചെറിയ ഉള്ളി 5 എണ്ണം, കരിവേപ്പില കുറച്ച്, തേങ്ങ 1 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വറ്റൽ മുളക് 1 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടേക്കുന്നതാണ്. ഞാൻ അതിൻ്റെ പുറത്തെ ബ്രൗൺ കളറൊന്നും കളഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. ഇത് നമുക്കൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ടാണ് ചട്ടി വെച്ച്, അല്ലെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. തേങ്ങ, 2 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, ഇത്രയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. വെളുത്തുള്ളി ചേർക്കുന്ന ചക്കക്കുരു അതിന് ഗ്യാസൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. വെളുത്തുള്ളി ചേർക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇത്ര നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ ചക്കക്കുരു വേകുന്നതിൻ്റെ അകത്തേക്ക് 2-3 കരിവേപ്പിലയും 1 പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങായും മുരിങ്ങയ്ക്കായും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മുരിങ്ങയ്ക്കാണ് എടുത്തേക്കുന്നത്. അത് ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കും. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങയ്ക്കായും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ആ മിക്സി ഒന്ന് കഴുകി അതിലേക്ക് വെള്ളം കൂടെ ചേർക്കാം. കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കടുക് കൂടെ പൊട്ടിച്ച് ചേർക്കണം. അപ്പോൾ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്തിൽ കടുക് ഒന്ന് പൊട്ടിക്കണം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 വറ്റൽമുളകും. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് അതിലേക്ക് 1 നുള്ളു മുളക് പൊടി കളറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്താണ്. ഇനി ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്